ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമുക്കൊരു മാങ്ങയച്ചാർ ഇട്ടാലോ. അപ്പോൾ ആദ്യം നമ്മുടെ മാങ്ങയൊക്കെ വെട്ടി അരിഞ്ഞ് അതിലേക്ക് ഞാൻ കുറച്ച് പച്ചമുളക് ഇട്ടിട്ടുണ്ട് കേട്ടോ. പച്ചമുളക് ഉപ്പിലിട്ട് വെച്ചിരുന്നതാണ്, വീട്ടിലുണ്ടായതാണ്. അത് ഉപ്പിലിട്ട് വെച്ചിരുന്നു, അതും കൂടി ഇട്ടു. പിന്നെ അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പും ഇട്ട് നന്നായിട്ടൊന്ന് മാഗ്നേറ്റ് ചെയ്ത് കുറച്ച് നേരം വെക്കുക. ഏകദേശം ഒരു അരമണിക്കൂർ 1 മണിക്കൂറോളമൊക്കെ വെക്കാം. എന്നിട്ട് അതിലേക്ക് നമുക്കൊന്ന് ഇൻഗ്രീഡിയൻസ് ആണ് കേട്ടോ പ്ലേറ്റിൽ കണ്ടത്. ഞാൻ ഓരോന്നായിട്ട് പറഞ്ഞു തരാം. ആദ്യം നമ്മൾ വെളിച്ചെണ്ണ ഒഴിക്കുക, അതിലേക്ക് കടുകിടുക. കടുക് നന്നായിട്ടൊന്ന് പൊട്ടി വന്നതിന് ശേഷം നമുക്ക് അടുത്ത ഇൻഗ്രീഡിയൻസ് ഇടാം. അതിലേക്ക് കടുക് നന്നായിട്ടൊന്ന് പൊട്ടി വരണം കേട്ടോ. അങ്ങനെ കടുകൊക്കെ ഒന്ന് നന്നായിട്ട് പൊട്ടി വരുമ്പോഴേക്ക് നമ്മൾ ഉലുവ ഇടുകയാണ്. ഉലുവയുടെ ആ കടുകിലേക്ക് പൊട്ടുമ്പോൾ നല്ലൊരു സ്മെല്ലാണ് കേട്ടോ. അത് നമ്മുടെ മാങ്ങയുടെ അച്ചാറിന് നല്ല രുചി കൊടുക്കും. അതിന് ശേഷം നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറുതായിട്ട് അരിഞ്ഞതാണ് അതിടുക. അതിലേക്ക് പിന്നീട് നമ്മുടെ കറിവേപ്പില ഇടാം. അപ്പോൾ നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും ഉലുവയും കറിവേപ്പിലയും കടുകും ഒക്കെ ഒന്ന് നന്നായിട്ടൊന്ന് മൂത്ത് വരട്ടെ. ഇഞ്ചിയും വെളുത്തുള്ളി ഒന്ന് ബ്രൗൺ കളറാവുന്നതൊന്ന് മൂപ്പിക്കണം കേട്ടോ. എപ്പോഴും ലോ ഫ്ലെയിമിൽ തന്നെ ആയിരിക്കണം, മീഡിയം ഫ്ലെയിമിലൊന്നും ഇടേണ്ട കാര്യമില്ല, ലോ ഫ്ലെയിമിൽ തന്നെ ആയിരിക്കണം. എന്നിട്ട് നമ്മൾ അതിനകത്തേക്ക് ഒരു കഷ്ണം കായം ഇടുകയാണ് കേട്ടോ. നമ്മൾ നേരത്തെ മാങ്ങ പുരട്ടി വെക്കുന്നതിലും വേണമെങ്കിൽ നമുക്ക് കായം ഇടാം. ഞാൻ ഈ എണ്ണ വരട്ടിയതിനകത്തേക്കാണ് കായം ഇട്ടത്. അതിന് ശേഷം നമ്മുടെ മുളക് പൊടി ഇടുകയാണ്. മുളക് പൊടി ഇട്ടതിന് ശേഷം നമ്മുടെ മാങ്ങ ഇങ്ങനെ ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് വയ്ക്കുമ്പോൾ അതിൽ നിന്ന് വെള്ളം ഇറങ്ങും. ആ ഒരു വെള്ളം ആദ്യം ഒഴിച്ചു. എന്നിട്ട് വെള്ളം പോരാന്ന് തോന്നുകയാണെങ്കിൽ കുറച്ച് ചൂട് വെള്ളം ഇടുക. അതിനകത്തേക്ക് കുറച്ച് ഉപ്പിടുക. എന്നിട്ട് ആ അരപ്പ് നന്നായിട്ടൊന്ന് തിളച്ച് വരുന്നവരൊന്ന് വെയിറ്റ് ചെയ്യാം. പെട്ടെന്ന് തന്നെ തിളച്ച് വരും കേട്ടോ. എന്നിട്ട് ആ തിളച്ച് വന്ന അരപ്പിലേക്ക് നമ്മുടെ മാങ്ങ ഇടുക. അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക്. അപ്പോൾ അടിപൊളിയാണ്, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിട്ടോ.